കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ ഫുഡ് മൈക്രോബയോളജി ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ടേം ആൻഡ് എക്സാമിന് പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കി യൂണിറ്റ് ആൻഡ് ബ്ലോക്ക് വൈസിൽ ഇമ്പോർട്ടൻസിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ ചാനൽ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ കേട്ടോ. ഇതൊരു പെർഫെക്റ്റ് റോഡ് മാപ്പാണ്. ഇവിടെ നമുക്ക് സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട്, exam pattern analysis requiring question reviews, probability, topic probability and prediction, and also a mock predictive paper will be provided. Then answer models marking scheme ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തഡോളജി യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അനാലിസിസ് നടത്തിയിട്ട് മോസ്റ്റ് റിക്വയറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഡിസംബർ 2025 ടേം ആൻഡ് എക്സാം എന്നുള്ളതിൻ്റെ ഒരു പ്രിഡിക്ഷനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആൻഡ് ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് സിലബസിനെ ഒന്ന് മാപ്പ് ചെയ്യാം. മാപ്പ് ചെയ്യുമ്പോഴേ നമ്മുടെ യൂണിറ്റ് 1 ബ്ലോക്ക് 1 യൂണിറ്റ് 1 ബാക്ടീരിയ, ദെൻ വൈറസസ്, ദെൻ ബ്ലോക്ക് 2 ഫുഡ് സ്പോയിലേജ്, ഇതൊക്കെ ഒരു 8, 2, 4 എന്ന് പറയുന്ന ക്രമത്തിൽ വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിൽ ഈ ബാക്ടീരിയ ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് മൈക്രോബയോളജിയിലെ ബാക്ടീരിയ എന്ന് പറയുന്നത് മീഡിയം റെലവൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ഏരിയ ആണ്. വൈറസസും ഫുഡ് സ്പോയിലേജും ലോ റെലവൻസിലാണ് ഉള്ളത്. ദെൻ വെൻ കമ്പയർ ടു നേരത്തെ പറഞ്ഞ ഡാറ്റാസിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ടൈപ്സ് ഓഫ് സ്പോയിലേജ്, മൈക്രോ ഓർഗാനിസംസ് ഇൻവോൾവ് ഇൻ സ്പോയിലേജ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്പോയിലേജ്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോയിലേജ്, ഇതെല്ലാം, ദെൻ കോമൺ മെത്തേഡ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ, ഇതെല്ലാം ലോ റെലവൻസിലാണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 ഫുഡ് കണ്ടാമിനേഷൻ, ദെൻ യൂണിറ്റ് 4 ഫെർമെൻറ്റേഷൻ, യൂണിറ്റ് 4 ഫെർമെൻറ്റഡ് ഫുഡ്സ് ആൻഡ് ദർ ഇമ്പോർട്ടൻസ്, ഫുഡ് ഫെർമെൻറ്റേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി മീഡിയം റെലവൻസിൽ, അതായത് ആദ്യത്തെ ഫുഡ് കണ്ടാമിനേഷൻ ഒഴിച്ച് ബാക്കി ടോപ്പിക്കുകളെല്ലാം മീഡിയം റെലവൻസിലും ഫുഡ് കണ്ടാമിനേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ലോ റെലവൻസിലാണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ടൈപ്സ് ഓഫ് ഫുഡ് ഫെർമെൻറ്റേഷൻ, ആസിഡ് ഫുഡ് ഫെർമെൻറ്റേഷൻ, ഈസ്റ്റ് ഫുഡ് ഫെർമെൻറ്റേഷൻ, സോളിഡ് സ്റ്റേറ്റ് ഫെർമെൻറ്റേഷൻ, കോമൺ എക്സാമ്പിൾ ഓഫ് ഫുഡ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നതെല്ലാം ഒരു 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത്. സോ അതിനെ മീഡിയം റെലവൻസിലാണ് നമ്മൾ പെടുത്തിയിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 4 ഓറിയന്റൽ ആൻഡ് ഇൻഡിജിനസ് ഫെർമെൻറ്റഡ് ഫുഡ്സ്, ദെൻ ഫെർമെൻറ്റഡ് വെജിറ്റബിൾ ഫുഡ്സ് ആൻഡ് ഫെർമെൻറ്റഡ് സോയാബീൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഓൾസോ മീഡിയം റെലവൻസിലാണ് വരുന്നത്. ദെൻ ഫെർമെൻറ്റഡ് ഡയറി പ്രോഡക്ട്സ് സെയിം യൂണിറ്റിൽ തന്നെ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫെർമെൻറ്റഡ് ഫുഡ്സ്, ഫെർമെൻറ്റഡ് ഫുഡ്സ് ആസ് എ ഫങ്ഷണൽ ഫുഡ്സ് എന്ന് പറയുന്ന ഏരിയയും മീഡിയം റെലവൻസിലാണ് വരുന്നത്. വേറാസ് പ്രൊബയോട്ടിക്സ് എന്ന് പറയുന്നത് ലോ റെലവൻസിൽ വരുന്നു. ദെൻ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 4 യൂസ് ഓഫ് പ്രൊബയോട്ടിക്സ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് പ്രൊബയോട്ടിക്കും ലോ റെലവൻസിലാണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 2 കടക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 5 ജനറൽ ടെക്നിക്സ് ഓഫ് ഫുഡ് മൈക്രോബയോളജി ഫുഡ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് മൈക്രോസ്കോപ്പിക് കൗണ്ട് DMC, ഡൈ റിഡക്ഷൻ, ഇത് രണ്ടും ലോ റെലവൻസിലാണ് വന്നിട്ടുള്ളത്. ദെൻ ഗ്രാം സ്റ്റെയിനിങ്, ദെൻ യൂണിറ്റ് 6 ഡിറ്റക്ഷൻ ആൻഡ് എന്യൂമറേഷൻ ഓഫ് സ്പോയിലേജ് മൈക്രോ ഓർഗാനിസംസ്, ദെൻ എസ്ട്രീഷ്യ കോളൈ ആൻഡ് കോളിഫോം, ബാസിലസ് സീറസ്, ക്ലോസ്ട്രീഡിയം പെർഫിജൻസ്, ഇതെല്ലാം ലോ റെലവൻസിലാണ് വന്നിട്ടുള്ളത്. ദെൻ റാപ്പിഡ് ഡിറ്റക്ഷൻ ടെക്നിക്സ് ഫോർ ഫുഡ് മൈക്രോ ഓർഗാനിസംസ് യൂണിറ്റ് 8 മെത്തേഡ്സ് മീഡിയം റെലവൻസിലാണ്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ PCR എന്ന് പറയുന്നത് മീഡിയം റെലവൻസിലാണ്. വേറാസ് റാപ്പിഡ് ഡിറ്റക്ഷൻ ടെക്നിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതിന് ലോ റെലവൻസ് ആണ്. ദെൻ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ ELISA is a low relevant topic. Biosensors, type of biosensors, flow cytometry,
ഇതെല്ലാം ലോവർ ലെവൽസിലാണ് വരുന്നത്. ഇറ്റ് കംസ് അണ്ടർ ദ യൂണിറ്റ് 8 കാറ്റഗറി. ദെൻ യൂണിറ്റ് 8 തന്നെ ആപ്ലിക്കേഷൻ റാപ്പിഡ് ഡിറ്റക്ഷൻ ടെക്നിക്സ് ഫോർ ഫുഡ് മൈക്രോ ഓർഗാനിസത്തിലെ ആപ്ലിക്കേഷൻസ് ഗ്രാം സ്റ്റെയിനിങ് ലോവർ ലെവൽസിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസസ് ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാർ ഡയഗ്രമാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 ഫണ്ടമെന്റൽസ് ആൻഡ് അനാലിറ്റിക്സിൽ ബ്ലോക്ക് 1 ആണ് കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ. പക്ഷെ വലിയൊരു ഡിഫറൻസ് എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും സിമിലർ കൈൻഡ് ഓഫ് ഒരു ഇമ്പോർട്ടൻസ്, ഒരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻസോട് കൂടിയാണ് ബ്ലോക്ക് 2 വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഹീറ്റ് മാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് വൈസ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി കാണിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. യെല്ലോ ആണ് കൂടുതൽ ടൈം അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദേ ആർ ഓൾസോ എ കളർ ചാർട്ട് ഫോർ യുവർ റെഫറൻസസ്. ഇനി ഇൻസൈറ്റ്സിലേക്ക് വരികയാണെന്നെങ്കിൽ ഹൈ യീൽഡിംഗ് ആയിട്ടുള്ള 3 ടോപ്പ് ടോപ്പിക്സ് നമുക്കൊന്ന് കാണാം. ഫെർമെൻറ്റേഷൻ ഓഫ് ഫെർമെൻറ്റഡ് ഫുഡ്സ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ്ലി അതിൻ്റെ ഡെഫിനേഷനും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഓർ ആപ്ലിക്കേഷൻസ് ചോദിച്ച് വന്നിട്ടുള്ള ടൈപ്പാണ്. ദെൻ സ്പോയിലേജ് ആൻഡ് കണ്ടാമിനേഷൻ ഫാക്ടേഴ്സ് എന്യൂമറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വന്നിട്ടുള്ളതാണ്. കോർ അനലിറ്റിക്കൽ ടെക്നിക്സ് DMC, SPC, MPN, ഗ്രാം അല്ലെങ്കിൽ എൻഡോസ്പോസ്, PCR, ELISA തുടങ്ങിയതൊക്കെ ഫ്രീക്വൻലി പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ചോദിച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനേഷൻ കീ ടൈപ്സ് എന്നുള്ളത് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. അപ്രോക്സിമേറ്റ്ലി ഒരു 50 to 25 വേർഡ്സിൽ നിങ്ങൾ അതിനെ കൺക്ലൂഡ് ചെയ്യാൻ നോക്കുക. ലോങ് എസ്സേ, ലോങ് ആൻസേഴ്സ് എന്ന് പറയുന്നതും ടിപ്പിക്കലി 10 മാർക്സിലാണ്. അതിൽ നിങ്ങളൊരു 160 to 220 മാർക്സിൽ അതിനെ കൺക്ലൂഡ് ചെയ്യുക. ഇഫ് ആപ്ലിക്കബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഡയഗ്രാംസ് കൃത്യമായിട്ട് ലേബിൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ദെൻ ഡിറ്റക്ഷൻ പ്രോട്ടോകോൾ ഓർ മെത്തേഡ്സ് എന്ന് പറയുന്നത് 5 to 10 മാർക്സിലാണ് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി 80 to 120 വേർഡ്സിൽ 5 മാർക്സിൽ നിങ്ങൾക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യാം. ഇഫ് ഇറ്റ് ഇസ് ഫോർ 10 മാർക്ക് 160 to 220 വേർഡ്സിൽ എഴുതാൻ ശ്രമിക്കുക. പ്ലസ് സ്റ്റെപ്സ് പ്ലസ് പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിലേക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. എന്യൂമറേഷൻ ഓർ ലിസ്റ്റ് എന്ന് പറയുന്നത് 5 to 10 മാർക്സിലാണ് വരാറ്. ബുള്ളറ്റ് പോയിന്റ്സിൽ 80 to 120 വേർഡ്സിൽ അതിനെ കൺക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ലബോറട്ടറി ടെക്നിക്സ് പ്രൊസീജിയേഴ്സ് DMC, SPC, MPL, ഗ്രാം ഓർ എൻഡോസ്പോർ, ഡൈ ഡിറ്റക്ഷൻ, PCR, ELISA ഇതെല്ലാം 5 to 10 വേർഡ്സിലാണ് വരുന്നത്. കൺസൈസ് ആയിട്ട് പ്രിൻസിപ്പിൾ പ്ലസ് സ്റ്റെപ്സ് വെച്ചിട്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. കൂടുതലും ഈ ഡെഫിനേഷൻ ഓർ കീ ടേംസ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് കോൺസെപ്ഷ്യൽ പ്രിസിഷനും വൊക്കാബുലറി ഒക്കെ ആ ടെസ്റ്റ് പോവുക. 10 മാർക്സിലാണ് വരിക. അപ്പോൾ അതിനെ പ്രോപ്പർലി ക്രിസ്പായിട്ട് 1-to-1 ലൈൻ എൻട്രീസ് വെച്ചിട്ട് അതിനെ പ്രോപ്പർലി പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. ലോങ് എസ്സേ ഓർ ലോങ് ആൻസേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങളുടെ സ്ട്രക്ചർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുക. റീസണിങ് ചെയ്യുക അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള ഐഡിയ ആണ് ഉണ്ടാക്കേണ്ടത്. യൂഷ്വലി അത് 10 മാർക്സിലാണ് വരിക. 2 to 3 ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സബ് ഹെഡിങ്സിൻ്റെ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു മിനി ഇൻട്രൊഡക്ഷൻ വേണം, 2 to 3 ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സബ് ഹെഡിങ്സ് വേണം, ആൻഡ് ഒരു ബ്രീഫ് കൺക്ലൂഷൻ ഒരു ആപ്ലിക്കേഷൻ വേണം. ഫ്ലോ ഡയഗ്രാം ഒക്കെ വെച്ച് കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയ ഇറ്റ് വിൽ ബി എ ചെറി ഓൺ ദ ടോപ്പ് ഓഫ് ദ കേക്ക് എന്ന് പറയുന്ന രീതിയിലായിരിക്കും. അതായത് ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഡിറ്റക്ഷൻ പ്രോട്ടോകോൾ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുക പ്രൊസീജിയർ ലിറ്ററസി. ദെൻ അതിൽ ടിപ്പിക്കലി 5 to 10 മാർക്സിലാണ് വരിക. പ്രിൻസിപ്പിൾ പറയുക, കീ റിയേജൻസ് ഓർ മീഡിയ പറയുക, സ്റ്റെപ്സ് പറയുക, ഇന്റർപ്രിറ്റേഷൻ ഉൾപ്പെടെ പറയുക. കൺഫർമേറ്ററി സ്റ്റെപ്സ് ഓൾസോ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. ദെൻ എന്യൂമറേഷൻ ഓഫ് ലിസ്റ്റ് എന്ന് പറയുന്നത് ബ്രഷർ അതിൻ്റെ കാറ്റഗറീസ് ഒക്കെ ഒന്ന് റീകോൾ ചെയ്യുക. കൂടുതൽ ഈ ടോപ്പിക്കിൽ വരിക സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ, ഫാക്ടേഴ്സ് ഓഫ് സ്പോയിലേജ്, ഫെർമെൻറ്റഡ് ഫുഡ്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിലൊരു 5 to 10 മാർക്സിലെ ക്വസ്റ്റൻസ് വരും. വളരെ ക്ലീൻ ആയിട്ടുള്ള ലോജിക്കൽ ഗ്രൂപ്പിങ്ങോ അല്ലെങ്കിൽ ബുള്ളറ്റിങ്ങോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് മെത്തേഡ് ഓഫ് ആൻസറിങ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്.
ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമുക്ക് 2 ബ്ലോക്സിൽ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസിന്റെ ഒരു ഒക്കറൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 1 നിന്നാണ്. വെറാസ് ബ്ലോക്ക് 2 48% ആണ് നമുക്ക് കാണാൻ പറ്റുക. ഈ ആ ഒരു ട്രെൻഡിന്റെ ബേസിക്കലി നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് വഴി നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഫോം ചെയ്തിരിക്കുന്ന ഒരു ട്രെൻഡ് വിഷ്വലൈസേഷനാണ് നിങ്ങളിവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ കാണുന്നത് പാറ്റേൺ അനാലിസിസ് ആണ്, അല്ലെങ്കിൽ പാറ്റേൺ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത്. കൃത്യമായിട്ടൊരു 10 മാർക്ക് ഡെഫിനീഷനെ എങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ്. മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ ഫൗണ്ടേഷൻ ഫോർ ക്വിക്ക് സ്കോറിംഗ്. പിന്നെ മെത്തേഡ്സിലെ പ്രോമിനന്റ് എന്ന് പറയാം. അതായത് പ്രോട്ടോകോൾ ടെക്നിക് ക്വസ്റ്റൻസ് വരുമ്പം കൃത്യമായിട്ടൊരു 5 to 10 മാർക്സിലൊക്കെ വരിക. അത് കൃത്യമായിട്ട് നിങ്ങളുടെ ബ്ലോക്ക് 2ന്റെ പെർസിസ്റ്റൻസ് എംഫസൈസ് ചെയ്യുന്നതാണ് ലബോറട്ടറി കോമ്പറ്റൻസി. ബേസിക്കലി നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്തും അതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ട ടോപ്പിക്സ് ആണ് കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു മെയിൻ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വേണം. എസ് എ വെയിറ്റ് സ്ട്രെങ്തൻ റീസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കൂടുതലായിട്ടും പ്രോംസ് ഓൺ സ്പോയിൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരെ എക്സ്പ്ലെയിൻ, ഡിസ്കസ്, ഡിസ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്പോയിലേജ്, പ്രിവെൻഷൻ, പ്രിസർവേഷൻ ആൻഡ് ഫെർമെന്റഡ് ഫുഡ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് 2023 തൊട്ട് 25 വരെ ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ പ്രിപ്പറേഷൻ ടൈം ഓൾസോ, പ്രിപ്പറേഷൻ ടിപ്സ് ഈ ടൈം അനുസരിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള രീതി ഓൾസോ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിലായിട്ട് ഫെർമെന്റേഷൻ ആൻഡ് ഫെർമെന്റഡ് ഫുഡ്സിന്റെ പർപ്പസ്, ടൈപ്പ്, ഇമ്പോർട്ടൻസ് 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് മൈക്രോസ്കോപ്പിക് കൗണ്ട് DMC അപ്പിയർ ചെയ്തിരിക്കുന്നത് 3 തവണയാണ്. PCR പ്രിൻസിപ്പിൾ, സ്റ്റെപ്പ്, ആപ്ലിക്കേഷൻ, അപ്പിയറൻസ് ഒക്കെ 3 ടൈംസ് വന്നിട്ടുണ്ട്. ദെൻ ഫുഡ് പ്രിസർവേഷൻ്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഇൻക്ലൂഡിങ് ഹീറ്റിംഗ് 3 ടൈം അപ്പിയറൻസ് വന്നിട്ടുണ്ട്. ഇൻട്രൻസിക് എക്സെൻട്രിക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്പോയിലേജ് ഓർ മൈക്രോബിയൽ ഗ്രോത്ത് 3 തവണയും. പ്രോട്ടോകോൾ ഡിറ്റക്ഷൻ ഓഫ് ക്ലോസ്ട്രീഡിയം പെർഫിൻജൻസ് അപ്പിയറൻസ് 2 ടൈമാണ്. ഡെഫിനേഷൻ ഓർ കീ ടേംസ് എനി 5 or 10 അപ്പിയറൻസ് 2 ടൈംസ് ആണ്. ദെൻ പ്രോട്ടോകോൾ ഡിറ്റക്ഷൻ ഓഫ് ബേസിലസ് സീറസ്, ദെൻ ഗ്രാം സ്റ്റെയിനിങ് പ്രിൻസിപ്പിൾ പ്രോസസ്സ്, ഫുഡ് ബോൺ ഡിസീസസ്, ടൈപ്സ്, ഏജൻസ്, ഇൻഫെക്ഷൻ വേഴ്സസ് ഇൻടോക്സിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ടോപ്പ് 10 ടോപ്പിക്സ്. ഈ പറഞ്ഞ ടോപ്പിക്സുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബ്ലോക്കും അതിൻ്റെ അപ്പിയറൻസും അതിൻ്റെ ആവറേജ് മാർക്കും ആ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. 10 മാർക്സിലാണ് കൂടുതലും വന്നു പോയിട്ടുള്ളത്. ദെൻ അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ചാർട്ടാണ്. ഇത് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 മാർക്ക് എക്സൈക്കൊക്കെ പ്രോപ്പർലി പ്രിൻസിപ്പിൾ, സ്റ്റെപ്പ്, ഇൻ്റർപ്രിട്ടേഷൻ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഒരു 17 മിനിറ്റ് സൈക്കിൾ 10 മാർക്സ് നിങ്ങൾക്ക് കൊടുക്കാം. ദെൻ പ്രോട്ടോകോൾസ് വിത്ത് ടെംപ്ലേറ്റ്സ് നിങ്ങൾ കൂടുതലായിട്ട് അത് എഴുതി നോക്കുക. ഓരോന്നിൻ്റെയും മെമ്മറൈസ് ചെയ്ത് ഒരു 4 സ്റ്റെപ്സ് ഫോൾഡായിട്ട് ചെയ്യുക. സാമ്പിൾ ആൻഡ് എൻറിച്ച്മെൻറ്റ്, സെലക്റ്റീവ് മീഡിയ ഓർ റിയേജൻറ്റ്, കൺഫർമേറ്ററി ടെക്സ്റ്റുകൾ, റിസൾട്ട് ക്രൈറ്റീരിയ. അങ്ങനെ വേണം പ്രോട്ടോകോൾസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. യൂണിറ്റ് 7 ഐറ്റംസ്, അതായത് നമ്മുടെ കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുള്ള ക്ലോസ്ട്രീഡിയം പെർഫിൻജൻസിലേക്കോ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ദെൻ ലിവറേജ് ലെസ് ഫസ്റ്റ് ആൻസേഴ്സ് ഫോർ ഫോയിലേജ് ഓർ പ്രിവെൻഷൻ ഓർ ഡെഫിനേഷൻസ് ലീഡ് വിത്ത് സ്ട്രക്ചേർഡ് ബുള്ളറ്റ്. ഇൻട്രൻസിക് വേഴ്സസ് എക്സ്ട്രൻസിക് ഒക്കെ നിങ്ങൾക്ക് ഈ കമ്പാരിസണിൽ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയകളാണ്. ദെൻ ടെർമൽ വേഴ്സസ് നോൺ ടെർമൽ, അപ്പോൾ ഒരു 1 to 2 ലൈൻസിൽ ഒരു എക്സ്പ്ലനേഷൻ വിത്ത് കോൺട്രാസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ടോപ്പിക് പ്രോബബിലിറ്റിയിലേക്ക് വരുന്ന സമയത്തെ യൂണിറ്റ് 4 ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആസിഡ് ഫുഡ് ഫെർമെന്റേഷൻ, ബാക്ടീരിയ, കോമൺ എക്സാമ്പിൾ ഫോർ ഫുഡ് ഫെർമെന്റേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. വെറാസ് ഫെർമെന്റേഷനും ഫുഡ് ഫെർമെന്റേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി, സോളിഡ് സ്റ്റേറ്റ് ഫെർമെന്റേഷൻ സിമിലർലി അത് ഹൈ റെലവൻസിലുള്ള ടോപ്പിക്കുകളാണ്. ദെൻ ഹൈ റെലവൻസിൽ വരുന്ന ഒരാളാണ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ദെൻ മെത്തേഡ്സ് ഓഫ് റാപ്പിഡ് analytical methods, principles, biosensors, then generally direct microscopic count ഇതെല്ലാം മീഡിയം റെലവൻസിലാണ് വരുന്നത്. Whereas dye reduction test, enzyme linked immunosorbent assay, ELISA, then Escherichia coli and coliforms, health benefits of probiotics മീഡിയം റെലവൻസിലാണ് വരുന്നത്. ദെൻ മീഡിയം റെലവൻസിൽ വരുന്ന ടോപ്പിക്കുകളാണ് പ്രൊബയോട്ടിക്സ്, ടൈപ്പ് ഓഫ് സെൻസേഴ്സ്, യൂസ് ഓഫ് പ്രോബയോട്ടിക്സ് എല്ലാം. ദെൻ ആപ്ലിക്കേഷൻ, റാപ്പിഡ് അനലിറ്റിക്കൽ ടെക്നിക്സിന്റെ ആപ്ലിക്കേഷൻ, ബേസിലസ് സീറസ്, ക്ലൂസ്ട്രീഡിയം പെർഫിൻജൻസസ് എല്ലാം എന്താ ലോ റെലവൻസിലുള്ള ടോപ്പിക്കുകളാണ്. വേറെ ലോ റെലവൻസിലുള്ള ടോപ്പിക്കുകളിലാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്പോയിലേജ്, ഫ്ലൂ സൈറ്റോമെട്രി, ഫുഡ് കണ്ടാമിനേഷൻ, ഗ്രാം സ്റ്റെയിനിങ് ഒക്കെ വരുന്നത്. ദെൻ ഗ്രാം സ്റ്റെയിനിങ്, ബയോകെമിക്കൽ കിറ്റ്സ്, common foodborne pathogens and their symptoms, common methods of food prevention ഒക്കെ ലോ റെലവൻസിൽ വരുന്നു. വെറാസ് എൻഡോസ്പോസ്റ്റെയിനിങ്ങിന്റെ എക്സ്റ്റൻസീവ് ഫാക്ടേഴ്സ്, അത് കഴിഞ്ഞാൽ എക്സ്റ്റൻസീവ് ഫാക്ടേഴ്സ്, ഫെർമെന്റഡ് ഫുഡ്സ് ആൻഡ് ദർ ഇമ്പോർട്ടൻസ്, ഫുഡ് സ്പോയിലേജ് എല്ലാം ലോ റെലവൻസിലാണ്. ഇംപെൻഡൻസ്, ലെസ്ട്രിയ മോണോസൈറ്റോജൻസ്,
then microbiological media, need for rapid detection techniques, nucleic acid probes ഒക്കെ ലോ റെലവൻസില. then probiotic, preparation of media, procedure, standard plate count, type of foodborne diseases ലോ റെലവൻസില. whereas type of media viruses also ലോ റെലവൻസിലാണ് വന്നിട്ടുള്ളത്. ടോപ്പ് 8 ടോപ്പിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആസിഡ് ഫുഡ് ഫെർമെന്റേഷൻ, ബാക്ടീരിയ, കോമൺ എക്സാമ്പിൾ ഫോർ ഫുഡ് ഫെർമെന്റേഷൻ, ഫുഡ് ഫെർമെന്റേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി, സോളിഡ് സ്റ്റേറ്റ് ഫെർമെന്റേഷൻ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആൻഡ് മെത്തേഡ്സ്. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ അതിനെ റെലവൻസ് അനുസരിച്ചിട്ട് അപ്പിയറൻസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ചെയ്ത ഗ്രാഫിലും പറഞ്ഞു പോകുന്നുണ്ട്. ദെൻ ഹൈ പ്രയോറിറ്റി ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഒരു 2 to 3 സബ് ഹെഡിങ്സിനുള്ളിൽ ഡീറ്റെയിലിംഗ് വേണം, ദെൻ ഒരു മിനി കൺക്ലൂഷൻ വേണം. ഇനി ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ പ്രോപ്പർലി ലേബിൾഡ് ആയിട്ടുള്ള ഡയഗ്രാംസ് ഓൾസോ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോവർ റെലവൻറ്റ് എന്ന ഫ്ലോ ചാർട്ടുകൾ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ ഗ്രോത്ത് കർവ് ആയിക്കോട്ടെ, പ്രോട്ടോകോൾ സ്കീമാറ്റിക്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. ദെൻ മീഡിയം പ്രയോറിറ്റിയിൽ വരുമ്പം പ്രിൻസിപ്പിൾ വേണം, സ്റ്റെപ്പ് വേണം, റീഡ് ഔട്ട്സ് വേണം. അത് ഒരു 1 പേജ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ കാണാം. DMC ആയിക്കോട്ടെ, SPC, MPN, ഗ്രാമർ എൻഡോസ്പർ, PCR or ELISA ഒക്കെ ബുള്ളറ്റ് പോയിന്റ്സിൽ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്ത് കൊടുത്താൽ മീഡിയം റെലവൻറ്റ് ടോപ്പിക്സിനും പ്രസന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ലോ റെലവൻസിൽ വരുമ്പം ഇവർക്ക് റീസെൻ്റ്ലി സ്കീം അപ്പിയറൻസ് ആണ് ബേസിക്കലി അതിനെ ബുള്ളറ്റ്സിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്, ഔട്ട്ലൈൻസ് മാത്രം ബുള്ളറ്റ്സിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. 5 to 5 ലൈൻ കണ്ടിജൻസി ആൻസേഴ്സ് ആണ് ബേസിക്കലി അത് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാക്ട്ലി നമ്മൾ ടേം ആൻഡ് എക്സാംസ് എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ളൊരു പേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 50 മാർക്സിൻ്റെ 2 hours പേപ്പർ. ഇവിടെ നമ്മൾ ഡെഫിനേഷൻസ് ചോദിച്ചിട്ടുള്ള 10 മാർക്സ് ക്വസ്റ്റ്യൻ, സിംഗിൾ 10 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ സ്പോയിലേജ് ഡിറ്റർമിനൻസ് ആൻഡ് പ്രൊഡക്റ്റ് സ്റ്റേബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. അവിടെ ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് ഡിറ്റർമിനൻസിനെ നമ്മൾ പ്രോപ്പർലി കമ്പയർ ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ എഴുതുക. ദെൻ ക്ലാസിഫൈ ഫുഡ് ബൈ സ്റ്റെബിലിറ്റി, ഹൈ പെർമിഷബിൾ ആൻഡ് നോൺ പെർമിഷബിൾ കാറ്റഗറിപ്പെടുത്തിയിട്ട് ഓരോ ഫുഡ്സിനെയും ഡീറ്റെയിൽ ചെയ്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഫുഡ് ബോൺ ഡിസീസ് ഫ്രെയിംവർക്ക് ആണ്. ഫുഡ് ഇഞ്ചക്ഷൻ ആൻഡ് ഫുഡ് ഇൻടോക്സിഫിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടാണ്. അതൊരു 4+6 പാറ്റേണിലാണ് വരുന്നത്. ദെൻ ഫെർമെന്റേഷൻ ആൻഡ് ഫങ്ഷണൽ ഫുഡ്സ് 6+4 എന്ന രീതിയിൽ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. അതിൽ ആദ്യത്തത് ആസിഡ് ഈസ്റ്റ് സോളിഡ് സ്റ്റേറ്റ് ഫുഡ് ഫെർമെന്റേഷൻ കമ്പാരിസൺ ആണ്. ദെൻ എക്സ്പ്ലെയിൻ ഹൗ പ്രൊബയോട്ടിക് ആൻഡ് പ്രിബയോട്ടിക് കോൺട്രിബ്യൂട്ട് ടു ഫങ്ഷണൽ ആട്രിബ്യൂട്ട്സ് ഓഫ് ഫെർമെന്റഡ് ഫുഡ്സ് എന്നുള്ളതാണ് 4th ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട്. ദെൻ ക്വസ്റ്റ്യൻ 6 പാത്തജൻ ഡിറ്റക്ഷൻ പ്രോട്ടോകോൾ ആണ്. കംപ്ലീറ്റ് ലബോറട്ടറി പ്രോട്ടോകോൾ ഫോർ ഡിറ്റക്ടിങ് കോളിഫോംസ്. ദെൻ അടുത്തത് ഐസൊലേഷൻ ആൻഡ് കൺഫർമേഷൻ സ്കീം ഫോർ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. ഇത് A and B പാർട്ടായിട്ടാണ്, പക്ഷേ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ബിക്കോസ് 5+5 10 എന്നുള്ള കോൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ റാപ്പിഡ് മെത്തേഡ്സ് ഇൻ ഫുഡ് മൈക്രോബയോളജി അഗൈൻ 5+5 കൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആ. അപ്പോൾ രണ്ടും A പാർട്ടും B പാർട്ടും ഈക്വലി പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ് A പാർട്ടിൽ PCR ഡിസ്ക്രിപ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ B പാർട്ടിൽ ബയോസെൻസേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയാണ് ഡീറ്റെയിൽസ്. 50 മാർക്സിൻ്റെ 7 ക്വസ്റ്റ്യൻസിൻ്റെ രീതിയിലായിരിക്കും ഉണ്ടാവുക. 2 hours ആണ് നമുക്ക് ടൈം ലിമിറ്റ് വരിക. അപ്പോൾ ഈ ടൈം ലിമിറ്റിൽ കംപ്ലീറ്റ് ചെയ്യുക, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും കൂടി നമ്മളുടെ ഈ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമാണ്. സോ വിത്ത് ദാറ്റ് ഐ എം കൺക്ലൂഡിങ് മൈ പ്രസൻറ്റേഷൻ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.